ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ നിങ്ങളെ അവസാനം വരെ ഒന്ന് കാണണേ. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഒരു സമയത്ത് ട്രെൻഡായിരുന്നല്ലോ സിഗരറ്റ് പാൻറ്റ്. അങ്ങനെ ഞാനും സിഗരറ്റ് പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇക്കാടൊരു കൈലി എടുത്തതാണ്. കൈലി എടുത്ത് സിഗരറ്റ് പാൻറ്റ് തയ്ക്കാൻ വേണ്ടി അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് തച്ച് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അത് സാധാ പാൻറ്റായിപ്പോയി. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചതാണ് ഈ സിഗരറ്റ് പാൻറ്റ്. അതാണ്, നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. എനിക്കതാണ് സംഭവിച്ചത്. അവസാനം ഞാൻ ആ പാൻറ്റ് തച്ചെടുത്തു. സിഗരറ്റ് പാൻറ്റ് സക്സസ് ആയി. അപ്പോൾ ഞാൻ ആ തച്ചതിൻ്റെ ഒരു പിക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാമേ. ഞാനിപ്പോൾ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് പോലും എൻ്റെ നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസ് തിരിച്ചെടുക്കുവാനും എന്നെപ്പോലെ ആരെങ്കിലും തച്ചിട്ട് പിന്നെ അത് ഉപേക്ഷിച്ച് കളയുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറയുന്നത്. തൊട്ട് താഴത്തെ ചേച്ചി എനിക്ക് തയ്ക്കാൻ കൊണ്ട് തന്ന തുണിയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് കൈക്ക് ഇറക്കം കുറയ്ക്കണം, ഷോൾഡർ ഒന്ന് പിടിച്ചടിക്കണം. അതായിരുന്നു ഒരു ടോപ്പ്. 2 ടോപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റേ ടോപ്പ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഭാഗം വരുന്നിടത്ത് ഞുറും ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ തയ്യലുകളിൽ നിന്നാണ് നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള ടോപ്പും പാൻറ്റും എല്ലാം ഞാൻ തന്നെയാണ് അടിച്ചിടുന്നത്. 5 രൂപയുടെ ഒരു സൂചി ഒടിഞ്ഞു പോയി. അത് കടയിൽ പോയി മേടിക്കാൻ മടിച്ചിട്ട് 80 രൂപ കൊണ്ടുപോയി ഞാനൊരു ടോപ്പിൻ്റെ ഷേപ്പ് അടിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാനത് ആലോചിക്കുകയാണ്, സ്വന്തമായിട്ട് വീട്ടിൽ മെഷീനുണ്ട്, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്? ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മളത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആവാനേ പറ്റത്തുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.